മലയാളി ഇന്നും ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡയലോഗ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ. ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നാത്തത് എന്താടാ ദാസ? മറ്റൊന്ന്, രാഷ്ട്രീയ ചർച്ചകൾക്കിടയിൽ ഇന്നും മുഴങ്ങുന്ന പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത് എന്നതും. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ഈ ഡയലോഗുകൾക്കും അവ സൃഷ്ടിച്ച ദാസനും വിജയനുമൊക്കെ ഇത്രയേറെ സ്വീകാര്യത ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ: ശ്രീനിവാസൻ. സാധാരണക്കാരന്റെ ജീവിതം സ്ക്രീനിലെത്തിച്ച മാന്ത്രികൻ. മലയാളിയുടെ സ്വീകരണ മുറിയിലേക്ക് അവരവരുടെ സിനിമയെ എത്തിച്ചവർ. ഒരു ശരാശരി മലയാളിയുടെ ജീവിത പ്രാരാബ്ദങ്ങളും തൊഴിലില്ലായ്മയും കുടുംബ ബന്ധങ്ങളും ഇത്രത്തോളം സത്യസന്ധമായും ഹാസ്യാത്മകമായും മറ്റാരും അവതരിപ്പിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. തൊഴിലില്ലാത്ത യുവാക്കളുടെ പ്രതീകമായി ദാസനും വിജയനും മാറിയപ്പോൾ അത് ഓരോ മലയാളിയുടെയും കഥയായി. അങ്ങനെ മലയാളികളുടെ എക്കാലത്തെയും ഫേവറേറ്റുകളായി നാടോടിക്കാറ്റും പട്ടണപ്രവേശവും. രാഷ്ട്രീയത്തിലെ പൊള്ളത്തരങ്ങളെ പരിഹസിച്ച സന്ദേശം ഇന്നും പ്രസക്തമായി തുടരുന്നു. ഗൾഫിൽ നിന്നും മടങ്ങിയെത്തി നാട്ടിലൊരു ബസ് സർവീസ് തുടങ്ങാൻ കഷ്ടപ്പെടുന്ന സാധാരണക്കാരന്റെ നോവ് വരവേൽപ്പിലൂടെ നാം ഏവരും കണ്ടു. സാധാരണ കുടുംബങ്ങളിലെ കുശുമ്പും കുന്നായ്മയും നർമ്മത്തിൽ ചാലിച്ച് സ്ക്രീനിലെത്തിക്കുവാൻ എന്നും മുൻപന്തിയിലായിരുന്നു ശ്രീനിവാസൻ. വിജയങ്ങളുടെ നെറുകയിൽ നിൽക്കുമ്പോൾ തകർന്നുപോയ ഒരു കൂട്ടുകെട്ടിനെ ഓർത്ത് ഇന്നും മലയാളി വേദനിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല, സത്യൻ അന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടാണ്. 16 വർഷത്തെ ഇടവേള. 2002 പുറത്തിറങ്ങിയ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും അവർ ഒന്നിക്കുവാൻ നീണ്ട 16 വർഷങ്ങളെടുത്തു. 2018 ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിലൂടെയാണ് ആ മടക്കയാത്ര സംഭവിച്ചത്. എന്തുകൊണ്ടായിരുന്നു ഇത്രയും നീണ്ട ഇടവേള എന്നത് സത്യൻ അന്തിക്കാട് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സത്യത്തിൽ ആ ഇടവേള എങ്ങനെ ഉണ്ടായി എന്ന് തങ്ങൾക്ക് രണ്ടാൾക്കും അറിയില്ല. കുറെ കാലം ഒന്നിച്ചു വർക്ക് ചെയ്ത ശേഷം മനഃപൂർവ്വം ഒന്ന് മാറി നിൽക്കാമെന്ന് തങ്ങൾ തീരുമാനിച്ചു. ആ സമയത്താണ് ശ്രീനിവാസൻ ഉദയനാണ് താരം പോലുള്ള സിനിമകളിലേക്ക് മാറുന്നത്. അന്ന് താൻ ലോഹിത് ദാസിനൊപ്പം ചേർന്ന് സിനിമകൾ ചെയ്യാൻ തുടങ്ങി. ശ്രീനി തിരക്കിലാവുമ്പോൾ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് ഞാൻ കരുതി. പരസ്പരമുള്ള ബഹുമാനവും മറ്റു തിരക്കുകളും കാരണമാണ് ആ ഇടവേള നീണ്ടുപോയത്. പക്ഷേ ആ കാത്തിരിപ്പിന് വിരാമമിട്ട് അവർ വീണ്ടും ഒന്നിച്ചപ്പോൾ പിറന്നത് ഞാൻ പ്രകാശൻ എന്ന സൂപ്പർ ഹിറ്റായിരുന്നു. ശ്രീനിവാസന്റെ തൂലികയിൽ നിന്നും പിറന്ന ആ ഡയലോഗുകൾ വെറും സിനിമാ സംഭാഷണങ്ങളല്ല, മറിച്ച് മലയാളിയുടെ സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയവയാണ്. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കിടയിലും നമ്മെ ചിരിക്കാൻ പഠിപ്പിച്ചത് ഇവരുടെ സിനിമകളാണ്. ഒരുപക്ഷെ ആ 16 വർഷത്തെ ഇടവേള ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കിനിയും ഒട്ടേറെ ദാസന്മാരെയും വിജയന്മാരെയും ലഭിക്കുമായിരുന്നു. എങ്കിലും അവർ നൽകിയ പഴയ ചിത്രങ്ങൾ ഇന്നും നമ്മുടെ ടെലിവിഷൻ സ്ക്രീനുകൾ വിരുന്നെത്തുമ്പോൾ ഓരോ മലയാളിയും അറിയാതെ പറഞ്ഞു പോകും, ഇതൊക്കെയാണ് സിനിമ, അല്ലെങ്കിൽ ഇതാണ് സിനിമ.